വീട്ടിലെ പെണ്ണുങ്ങളായിട്ട് വണ്ടിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർക്ക് അപ്പ ഛർദ്ദിക്കണം. ശരിയളിയാ, എന്തൊക്കെ കാരണങ്ങളാണെന്നറിയോ? വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗ്ലാസ് താത്തണം. വേർത്ത് കുളിച്ച് വണ്ടിക്കകത്തിരുന്നാലും ഇവളുമാരെ AC ഇടാൻ സമ്മതിക്കൂല. AC ഇട്ടാ ഛർദ്ദിക്കൂന്ന്. ഈ തണുപ്പിന് വരെ ഒരു മണം ഉണ്ടെന്നാ പറയുന്നത്. നല്ലൊരു കാർ പെർഫ്യൂം മേടിച്ച് വെക്കാൻ പറ്റത്തില്ല. ഒച്ചത്തിലൊരു പാട്ട് വെച്ച അപ്പൊ തുടങ്ങും തലവേദന, പിന്നെ ഛർദിയാണല്ലോ. നമ്മൾ വണ്ടി കയറി എങ്ങോട്ടെങ്കിലും പോകുമ്പോ എവിടെ ചായ കുടിക്കാം, എവിടെ കുറച്ചേരം ഇറങ്ങി നിൽക്കാം എന്നൊക്കെയല്ലേ ചിന്തിക്കുന്നേ. ഇവര് വണ്ടി കയറുന്നത് എവിടെ ഛർദ്ദിക്കാം. എന്റെ അമ്മ പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല വണ്ടി ബസ്സാണെന്നാ. അതന്നെ, കാറെ കയറിയ വാള് വെക്കും പോലും. അതെ അതെ അതെ, ഇവർക്ക് ഈ ലോകത്തെ ഏറ്റവും മോശം വണ്ടി കാറാണ്. നമ്മളൊരു യാത്ര പോകുമ്പോൾ ഇവളുമാരോടൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞ് പോവാന്ന് വെച്ചാ അപ്പ തുടങ്ങും എനിക്ക് തലവേദന എടുക്കുക, ഞാനൊന്ന് മയങ്ങട്ടെ എന്ന്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഓടിയിര് ഇവളുമാരുടെ കാരണം കേൾക്കുമ്പോഴാണ് മറ്റേ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാ, ആ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാ, ഇനി ഒന്നും കഴിച്ചില്ലെങ്കിലോ, ഒന്നും കഴിക്കാത്തോണ്ടാ വാള് വെക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഛർദിയുടെ ഗുളിക കിട്ടിയില്ല. ഞാൻ അമ്മയ്ക്ക് പാരസെറ്റമോൾ എടുത്ത് ഛർദിയുടെ ഗുളിക എന്ന് പറഞ്ഞു കൊടുത്തു. അന്നമ്മ ഛർദിച്ചില്ല. ആ ഗൂഗിൾ മാപ്പ് നോക്കി ഒന്ന് വഴി പറഞ്ഞ് താടിയെന്ന് പറഞ്ഞ അയ്യോ ഫോൺ കണ്ടാ ഛർദിക്കും എൻ്റെ അമ്മ. പിന്നെ ഇവരുടെ ഒരു നൂതന കണ്ടുപിടുത്തമുണ്ട്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ദുരിതം പിടിച്ച ഡ്രൈവിംഗ് അളിയാ ഇവരെ കൊണ്ട് പോകുമ്പോ. ഭയങ്കര വെറുപ്പിക്കലാളിയാ. നീ എന്നെ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? അതിന് വല്ലപ്പോഴും ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകണോടാ. ഒന്ന് പോടാ. ഈ അമ്മയും ഭാര്യയും മാത്രമല്ല, ഇതിലും വലിയ മുതലുണ്ട് എൻ്റെ വീട്ടില്. അതാരാ? എൻ്റെ അച്ഛൻ. ആ മുതലിനെ ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓടിച്ചോണ്ടല്ലോ എനിക്ക് കുറ്റം, എൻ്റെ എതിരെ വരുന്ന വണ്ടിക്കാരന് കുറ്റം, റോഡിന് കുറ്റം, ഗവൺമെന്റിന് കുറ്റം, MVDക്ക് വരെ കുറ്റം. എന്നാ പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? അതും ഇല്ല.